ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ആനുകാലിക വിശ്വാസ സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവയും യഥാർത്ഥ വിശ്വാസത്തിന് ഗുണകരമല്ലാത്തവയും നമ്മുടെ വിശ്വാസ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ അവയോട് പ്രതികരിക്കാതിരിക്കുന്നത് നീതിയുക്തമല്ല. ഈ അടുത്ത് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പലരും സംശയങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലും ഒടുവിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുന്നുവല്ലോ എന്ന് സന്തോഷിക്കുന്നവരും ഇതൊക്കെ തട്ടിപ്പല്ലേ എന്ന് പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാനിടയാകുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഈ അടയാളങ്ങളെ സംബന്ധിച്ച് നാം കൈക്കൊള്ളുന്ന നിലപാടെന്താണ് എന്ന് ഒന്ന് പര്യാലോചിക്കുകയാണ് നമ്മൾ. ഇതൊരുപക്ഷെ നിങ്ങളുടെ വിശ്വാസ ധാരണയെ പുനഃപരിശോധിക്കാനിടയാക്കും, ചിലപ്പോൾ മുറിപ്പെടുത്തും. നാം അതിൽ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നാം എത്തിച്ചേരണമെന്ന കാര്യമാണ്. യഥാർത്ഥ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് കേവല അടയാളങ്ങളിൽ കുടുങ്ങാനല്ല. വിശ്വാസം ഒരു പ്രക്രിയാപരമായ കാര്യമാണ്. കേവലമായി ഹൃദയത്തിൽ തോന്നുന്ന ഒരു ബോധ്യമോ അതിരം കൊണ്ട് പറയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വിശ്വാസവൽക്കരിക്കുക എന്നതാണ് ക്രൈസ്തവ ധർമ്മം. അത്തരത്തിൽ ജീവിതത്തിൽ വിശ്വാസപരമായ പുരോഗതി ഉണ്ടാകാൻ ആനുകാലികമായി ഉണ്ടാകുന്ന അടയാളങ്ങൾ കാരണമാകുമോ എന്ന ഒരു സംശയം മുമ്പിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. ഇതാരെയും മുറിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാനോ വേണ്ടി പറയുന്നവയല്ല. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ക്രൈസ്തവ ചാനലുകളും ചർച്ച ചെയ്യുന്നത്. ഒരു ദുരന്ത മുഖത്ത് വളരെ വേദനയോടെ ആയിരിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തങ്ങളുടെ സ്വകാര്യമായ അനുഭൂതികളിലേക്ക് പോകുന്നത് വിശ്വാസത്തിന് അനുഗുണമായൊരു കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശ്വാസത്തിന് പ്രകടമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദിവ്യകാരുണ്യം എന്നത് ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാന ഒരു സംസ്കാരമാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. അത് മുറിച്ചു വിളമ്പലിൻ്റെ സംസ്കാരമാണ്. കുർബാന അനുഭവമാകുന്നത് ഏതെങ്കിലും അനുഭൂതിപരമായ കാര്യങ്ങളിലല്ല. കുർബാന അനുഭവമാകേണ്ടത് ജീവിതത്തിലാണ്. അവരിന് വേണ്ടി സ്വയം മുറിച്ചു വിളമ്പുന്ന ഒരു ജീവിതമായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഒരു അടയാളമായിട്ട് മാറുക. ദിവ്യകാരുണ്യ ജീവിതം ലോകത്ത് പ്രഘോഷിക്കപ്പെടുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഒതുക്കി നിർത്താവുന്നവയല്ല വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ. അത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരിവർത്തനം ലോകത്ത് പ്രകാശിക്കുമ്പോഴാണ് അനുഭവവേദ്യമാകുക. വിശ്വാസം മനസാക്ഷിക്കകത്തുണ്ടാകുന്ന ബോധ്യമാണല്ലോ. അത് അറിവിൽ നിന്നാണ്. 3 തരത്തിലാണ് അറിവ് നമുക്ക് കാണാൻ പറ്റുക: കണ്ടറിവ്, കേട്ടറിവ്, കൊണ്ടറിവ്. ആദ്യത്തേത് കേട്ടറിവാണ്. നാം ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നു, സുവിശേഷം കേൾക്കുന്നു, വചനം കേൾക്കുന്നു, ലോകത്തെ സംഭവങ്ങൾ കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ അത് ആദ്യത്തെ തലത്തിലുള്ള അറിവാണ്. രണ്ടാമത്തെ അറിവ് കണ്ടറിവാണ്. നേരിട്ട് കാണുമ്പോൾ ഒരറിവുണ്ടാവും. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരനുഭവമാണ് കണ്ടറിവിൻ്റേത്. പക്ഷെ കണ്ടറിവും ഇന്ദ്രിയപരമാണ്. ആ കണ്ടറിവാകട്ടെ കേട്ടറിവിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണതയിലെത്തില്ല. എന്നാൽ ഒരു അനുഭവതലത്തിലേക്ക് അറിവ് പ്രവേശിക്കുന്നത് കൊണ്ടറിവാകുമ്പോഴാണ്. അതെന്നെ സംബന്ധിച്ചതാകുമ്പോൾ, വ്യക്തിപരമായി എന്നിൽ ഇടപെടുന്ന ഒന്നായിട്ട് തിരിച്ചറിയുമ്പോൾ കൊണ്ടറിവുണ്ടാകും. നമുക്ക് കൊണ്ടറിവുണ്ടാകുന്ന ഒരു കാര്യമാണ് കുർബാന. ആ കൊണ്ടറിവ് കണ്ടും കേട്ടും പൂർത്തീകരിക്കാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് യേശു വിശ്വസിക്കപ്പെട്ടത്? യേശുവിനെ ശതാധിപൻ കുരിശിൽ കാണുമ്പോൾ സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നു. യേശു ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ് ശതാധിപൻ. പക്ഷേ കുരിശിലവൻ മരിക്കുമ്പോഴാണ് അവൻ ദൈവപുത്രനാണ് എന്ന് ശതാധിപൻ ഉറപ്പിക്കുന്നത്. എന്തുകൊണ്ടാണത്? അത്ഭുതങ്ങളും അടയാളങ്ങളും കേവലത്വങ്ങളിൽ ഒതുങ്ങിപ്പോകും. പക്ഷേ ജീവിതം കൊണ്ട് അർപ്പിക്കുന്ന യാഗത്തോളം പ്രവർത്തനശേഷിയുള്ളവയല്ല മറ്റൊന്നും. ഒരുവൻ തന്നെ ഉപേക്ഷിച്ച് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ച് കുരിശിൽ മരിക്കുമ്പോൾ അവനെ മറികടന്നു പോകാൻ
ആർക്കും സാധ്യമല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുവിനെ പ്രഘോഷിക്കുന്ന നമ്മൾ യേശുവിനെ അടയാളപ്പെടുത്തേണ്ടത് സ്വന്തം ജീവിതം കൊണ്ടാണ്. ഏതെങ്കിലും വൈയക്തികമായ അടയാളങ്ങളുടെയോ ദർശനങ്ങളുടെയോ അനുഭവങ്ങളുടെയോ പേരിലല്ല. ഞാൻ നിങ്ങളും എത്രത്തോളം മാറിത്തീരുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കാണപ്പെടുന്ന ദൃശ്യങ്ങളിലോ അനുഭവങ്ങളിലോ അല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ശിഷ്യന്മാർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് ശൂന്യമായ കല്ലറയിലാണ്. യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് പത്രോസും യോഹന്നാനും ചേർന്ന് ഓടുന്നു. യോഹന്നാൻ ആദ്യം ഓടി കല്ലറയുടെ വാതിക്കലെത്തുന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. അകത്തേക്ക് നോക്കുന്നു, പക്ഷെ അകത്ത് പ്രവേശിക്കുന്നില്ല. പിറകെ വരുന്ന പത്രോസ് കല്ലറയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു. പിറകെ മറ്റേ ശിഷ്യനും ചെല്ലുന്നു. രണ്ടുപേരും ഒരു കാര്യം ബോധ്യപ്പെടുന്നു: യേശു അവിടെയില്ല. യേശു അവിടെയില്ല, കല്ലറ ശൂന്യമാണ് എന്ന് കാണുമ്പോൾ ആ ശൂന്യതയിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ അവർ തിരിച്ചറിയുന്നുണ്ട്. മുൻപ് പറഞ്ഞിരുന്ന വചനത്തെ, താൻ ഉയർക്കുമെന്ന വചനത്തെ അപ്പോൾ അവർ ഓർക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴല്ല, കാണാതെ പോയപ്പോഴാണ് അവൻ ഉദ്ധിതനായി എന്ന് അവർ ഉറപ്പിച്ചത്. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ പോകും വഴി ദുഃഖിതരായി യഹൂദരെ ഭയന്ന് ഓടിപ്പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഒരാൾ അവരോട് സംസാരിക്കുന്നു. ഹൃദയം മന്ദീഭവിച്ചവരെ, ഭോഷന്മാരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് ഉയർക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വചനം വ്യാഖ്യാനിച്ച് അവരുടെ കൂടെ നടന്ന മനുഷ്യൻ സന്ധ്യയോടെടുത്തപ്പോൾ അവരെ കടന്നു പോകാൻ ഭാവിക്കുന്നു. അവർ പറയുന്നു, നമുക്ക് ഈ സത്രത്തിൽ തങ്ങാം, ഞങ്ങളോടൊപ്പം താമസിക്കുക. അങ്ങനെ അവരോടൊപ്പം താമസിക്കാൻ കയറുന്ന യേശു അത്താഴ സമയത്ത് അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പം സ്വീകരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ധൈര്യവാന്മാരായവർ തിരികെ പോരുകയാണ്. യേശുവിനെ തിരിച്ചറിയുന്നത് കേവലമായ കാഴ്ചയിലല്ലെന്നും യേശുവിനെ തിരിച്ചറിയേണ്ടത് ഹൃദയതലത്തിലാണെന്നും വെളിവാക്കുന്ന വചനഭാഗങ്ങളാണിവ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലോകത്ത് പലയിടത്തും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രത്യക്ഷീകരണങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് യേശു പ്രത്യക്ഷപ്പെടാത്തത്? ദിവ്യകാരുണ്യമായവൻ നമ്മോട് കൂടെ ഉണ്ട്. യേശു സമ്പൂർണമായി പരിശുദ്ധ കൂദാശയിൽ വസിക്കുന്നു. അതുകൊണ്ട് ഇനി വേറൊരു വെളിപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പരിശുദ്ധ കുർബാനയിൽ യേശു വസിക്കുന്നു എന്നത് ഒരു വിശ്വാസ സത്യമാണ്, രഹസ്യമാണ്. ആ രഹസ്യത്തിന് വെളിപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കാരണം യേശു തൻ്റെ സർവശക്തിയും നിഗൂഢമാക്കി ഈ കൂദാശയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിഗൂഢമായി ക്രിസ്തു തൻ്റെ സമ്പൂർണതയിൽ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന ബോധ്യമാണ് ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസത്തിന് കാരണമായിട്ട് മാറുന്നത്. ദിവ്യകാരുണ്യത്തിൽ യേശു എങ്ങനെയാണ് വസിക്കുക? സമ്പൂർണതയിലാണ്. ഒരു ചെറിയ അപ്പത്തിനകത്ത് എങ്ങനെയാണ് ഒരാൾ പൂർണ്ണമായി ലയിച്ചിരിക്കുക? അത് വിശ്വാസത്തിന്റെ നയനങ്ങൾക്ക് മാത്രം കാണാവുന്ന കാര്യമാണ്. ഇനി എവിടെയെങ്കിലും യേശു ഒരിടത്ത് അപ്പത്തിലുണ്ടെന്ന് വന്നാലോ, അപ്പം മറ്റുള്ളിടത്ത് ഉണ്ടോ എന്ന് സംശയം വരും. ഒരു ദേവാലയത്തിൽ ഒരു പരിശുദ്ധ കുർബാനയിൽ യേശു മാംസരക്തങ്ങളായി മാറിയാലോ? അപ്പൊ ബാക്കിയുള്ള ദേവാലയങ്ങളിൽ, ബാക്കിയുള്ള പുരോഹിതർ അർപ്പിക്കുന്ന യാഗങ്ങളിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഒരാൾ സ്വീകരിക്കുമ്പോൾ അയാൾക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുന്നു, വേറൊരാൾക്ക് ഉണ്ടാകുന്നില്ല. എന്താണ് ഈ രണ്ടു പേർ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ പരിശുദ്ധ കുർബാനയെ നമ്മൾ കേവലം മാംസരക്തങ്ങളായിട്ടല്ല കാണുന്നത്, യേശുവിൻ്റെ സമ്പൂർണതയായിട്ടാണ്. യേശുവിൻ്റെ സമ്പൂർണതയാകട്ടെ ഒരു രഹസ്യമാണ്. ആ രഹസ്യം കുർബാനയ്ക്കകത്തുണ്ട്. വിശ്വാസത്തിൻ്റെ നയനങ്ങൾ കൊണ്ട് പരിശുദ്ധ കുർബാനയെ കാണാൻ കഴിയുമ്പോഴാണ്, അതൊരു കൊണ്ടറിവായി മാറുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഫലം നമ്മിലൂടെ പുറപ്പെടുക. യേശുവിനെ പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുകയും ദൈവൈക്യം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ യേശുയാഗത്തോട് ഒപ്പം സമർപ്പിക്കപ്പെട്ട നമ്മൾ ദിവ്യകാരുണ്യമായി ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ആവശ്യം. യേശു നമ്മിലാണ് രൂപധാരിയായി പ്രവർത്തിക്കുന്നത്.
അങ്ങനെ കുർബാന സ്വീകരിക്കുന്ന നമ്മിൽ അവിടുന്ന് നാമായി തീരുന്ന അനുഭവത്തിലൂടെ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നു. ലോകത്ത് നമ്മെ തന്നെ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ഏറ്റവും വലിയ അടയാളം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ അന്ത്യത്താഴ സമയത്ത് യേശു അപ്പമെടുത്ത് പറയുന്നുണ്ട്, സോമ ദി ഓൾ ബീയിങ്, ഹി ടുക്ക് ദി ഓൾ ബീയിങ് ആൻഡ് സെറ്റ്, അവൻ സമസ്തവും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ ശരീരമാണ്. ഇതിന്റെ ശരീരമാണ് എന്ന് ക്രിസ്തു പറഞ്ഞപ്പോ ഈ അപ്പം മാംസരക്തങ്ങളായി മാറിയില്ല. യേശു അത് പറഞ്ഞപ്പോ സംഭവിച്ചില്ല. യേശു അപ്പത്തെ മാംസരക്തങ്ങളാക്കുകയല്ല, സകലതിനെയും തൻ്റെ ശരീരമായി പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ശരീരം കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അതുവഴി നാം വിമോചിതരാകുന്നു. ആ വിമോചനത്തിന്റെ അനുഭവം പേറുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അടയാളങ്ങളുടെ പുറകെയുള്ള നമ്മുടെ പാച്ചിലുകൾ വാസ്തവത്തിൽ യുക്തിഹീനമായ ഒന്നായിട്ട് മാറും. അപ്പൊ ചോദിക്കും, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസം ക്ഷയിക്കുന്ന ഘട്ടങ്ങളിൽ, വിശ്വാസം പ്രകടമാക്കേണ്ട ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ദൈവം അപ്രകാരം ചെയ്തിട്ടുണ്ട്. അവയെ നിഷേധിക്കുന്നില്ല. പക്ഷേ അത്തരം സന്ദർഭങ്ങളെയൊക്കെ തിരുസഭ എങ്ങനെയാണ് കാണുന്നത്? സൂക്ഷ്മമായ പഠനത്തോടെ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് ഉറപ്പിക്കാൻ തക്കവിധമുള്ള പഠനങ്ങളിലൂടെയാണ്. ആ പഠനങ്ങൾ ഉണ്ടാകുന്നത് വരെ ഈ അടയാളങ്ങളെ അടയാളങ്ങളായി കണ്ടിരുന്നില്ല. പലപ്പോഴും നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലാണ് വിശുദ്ധാത്മാക്കളോടൊക്കെ സഭ പ്രവർത്തിച്ചിട്ടുള്ളത്. പാദ്രി പിയോ ദിവ്യകാരുണ്യത്തിന്റെ ശ്രേഷ്ഠനായ ഒരു വക്താവാണ്. അദ്ദേഹത്തിന് കുർബാനാനുഭവങ്ങൾ വളരെ അത്ഭുതകരങ്ങളായിരുന്നു. പഞ്ചക്ഷതധാരിയായിരുന്നു. സഭ നിരന്തരമായി അദ്ദേഹത്തെ പരിശോധിക്കുകയും ഡോക്ടർമാരെ കൊണ്ടുവന്ന് മുറിവുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാ ദിവസവും 1 കപ്പ് രക്തം വീതം ശരീരത്തിൽ നിന്ന് വാർന്നു പോയിരുന്നൊരു മനുഷ്യനാണ് പാദ്രി പിയോ. എത്ര കാലം ഒരാൾക്ക് 1 കപ്പ് രക്തം വെച്ച് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുക്കാൻ കഴിയും? തൻ്റെ മുറിവുകളിലൂടെ ഒഴുകിയ രക്തം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ രക്തമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് വിശുദ്ധ പാദ്രി പിയോയുടെ മഹത്വം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന നിഷ്കർഷകൾ, സഭ പലപ്പോഴും എടുത്ത നിലപാടുകൾ, കുമ്പസാരിപ്പിക്കേണ്ട, പരസ്യമായി കുർബാന ചെല്ലണ്ട എന്നൊക്കെ ഉണ്ടായ നിബന്ധനകൾ, അവയൊക്കെ സ്വീകരിച്ച് ക്ഷമയോടെ ഈ വേദന സഹിച്ച് എല്ലാ ദിവസവും ഡോക്ടർമാർ വന്ന് പരിശോധിക്കുന്നു, മുറിവ് ചിക്കി നോക്കുന്നു, പഴുത്തിട്ടില്ല, ഉണങ്ങിയിട്ടില്ല, രക്തം എപ്പോഴും കിനിയുന്നുണ്ട്, അവരെ നോക്കുന്നു എല്ലാ ദിവസവും. ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പിയോ പറയുന്നത് പരിശുദ്ധ സഭ തന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നാണ്. കാരണം എന്താണ്? പരിശുദ്ധ സഭ കേവലമായ അന്ധവിശ്വാസത്തിന്റെ ഇടമല്ല. സഭ സൂക്ഷ്മമായി പരിശോധിക്കും. ഏതടയാളം ഉണ്ടാവുമ്പോഴും ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായി എന്ന് തോന്നുവാണെന്നേ പറയാൻ പറ്റൂ. കാരണം അത്ഭുതമാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ സഭ സ്ഥിരീകരിക്കണമല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്ര ഇടങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ അങ്ങനെയാണ്, അതിന് നടപടികളുണ്ട്. ആദ്യം മെത്രാനത് പരിശോധിക്കും, വത്തിക്കാനെ അറിയിക്കും. വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു സമിതി അതിനെ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തോന്നിയാൽ അത് വത്തിക്കാനിലേക്ക് അയക്കും. അങ്ങനെ വത്തിക്കാനിലേക്ക് അയക്കപ്പെട്ടാലും വീണ്ടും പഠനം നടക്കും. ദീർഘകാലത്തെ പഠനത്തിനും വിചിന്തനത്തിനും പരിശോധനകൾക്കും ഒക്കെ ശേഷം അതൊരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഒരു ദൈവിക ഇടപെടലാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഭ അത് അംഗീകരിക്കൂ. സഭ അങ്ങനെ സൂക്ഷ്മമായി പഠിക്കുന്നത് കൊണ്ടും നിഷ്കർഷയോടെ ഇത്തരം സംഭവങ്ങളെ പരിശോധിക്കുന്നതുകൊണ്ടുമാണ് സഭയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. കേവലമായ തോന്നലുകളുടെയോ അനുഭൂതികളുടെയോ അനുഭവങ്ങളുടെയോ പുറകെ പോകാതെ വസ്തുനിഷ്ഠതയോടെ കാര്യങ്ങളെ പഠിക്കാൻ സഭ ശ്രദ്ധിക്കുന്നു എന്നതാണ് സഭയുടെ പ്രത്യേകത. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അടയാളങ്ങളെ സംബന്ധിച്ച് നാം ഒരു ധാരണയിലെത്തേണ്ടതുണ്ട്. ഒരു കാര്യം എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ നാം സംസാരിച്ചുകൂടാ. ആ ഉണ്ടായ അനുഭവങ്ങൾ ആ വ്യക്തികളുടെ വൈയക്തികമായ അനുഭവങ്ങളായിട്ട് കാണണം. അത് പരസ്യപ്പെടുത്താനോ പ്രദർശിപ്പിക്കാനോ സാധ്യമല്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അബദ്ധം. എന്താണ്? അത് വിശ്വാസക്ഷയത്തിന് കാരണമാവും. ഇനി ഒരു കാര്യമുള്ളത്, ഒരിടത്ത് പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി യേശുവിന്റെ ശരീരവും രക്തവുമായി മാറിയെന്നിരിക്കട്ടെ. അത് കണ്ടതുകൊണ്ട്
എന്തു മാറ്റമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുക? എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുക? വിശ്വാസം നിങ്ങളിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുകയും നിങ്ങളല്ലാതാക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ആ വിശ്വാസത്തെ ഒരടയാളമായിട്ട് കാണാൻ കഴിയൂ. ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ആ അനുഭവം നിങ്ങളെ പരിവർത്തിപ്പിക്കും. അത് അയാളുടെ ജീവിതത്തിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം. ദീർഘകാലം സമയമെടുത്തേക്കാം. ഒരു വ്യക്തിയിൽ ദൈവാനുഭവം ഉണ്ടായി എന്നതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുക പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിതമാണ്. മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് ദൈവാനുഭവത്തിൽ ഉയർന്ന വിശുദ്ധനാണ്. അത്തരം ഔന്നത്യത്തിലെത്തിയ വിശുദ്ധൻ നിരന്തരമായി കർമ്മലീത്ത സഭയ്ക്കകത്ത് പീഡിപ്പിക്കപ്പെട്ടയാളാണ്. തടവിൽ കിടക്കേണ്ടി വരികയും ചമ്മട്ടിയടി കൊള്ളുകയൊക്കെ ചെയ്ത ആളാണ്. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ കത്തോലിക്ക സഭയുടെ അധികാരികൾ അദ്ദേഹത്തോട് ചോദിച്ചു, കർമ്മലീത്ത സഭയുടെ അധികാരികൾ നിങ്ങളെ പീഡിപ്പിച്ചുവോ? അത്രയും നാളുണ്ടായ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളോ ഇരുണ്ട രാത്രിയോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ വിശുദ്ധി തെളിയിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ ദൈവം എനിക്ക് ജീവിതത്തിൽ തന്ന ഏറ്റവും ചെറിയൊരു ദൈവകൃപയ്ക്ക് പകരമായി 1000 വട്ടം ഇതിലേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും മതിയാവുകയില്ല. തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നിഷേധാനുഭവങ്ങളെയും ക്രിസ്തുവിൽ ദൈവാനുഭവമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അവിടെയാണ് വാസ്തവത്തിൽ വിശുദ്ധിയെ നമ്മൾ കാണേണ്ടത്. അപ്പം അതുകൊണ്ട് നാം ഫലത്തിൽ നിന്നാണ് അറിയേണ്ടത് ഒരാൾ എങ്ങനെയാണ് ദൈവാനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കേവലമായ ഭൗതികതയിലല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. ഭൗതികമായ എന്തെങ്കിലും സവിശേഷതകൾ കണ്ടുകൊണ്ടല്ല വിശ്വസിക്കേണ്ടത്. ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുക, എങ്ങനെയാണ് അനുഭവമായിട്ട് മാറുക, എന്ത് പരിവർത്തനമാണ് ഇതിലൂടെ നമുക്കുണ്ടാകുക. ഇപ്പോൾ ഒരിടത്ത് ദിവ്യകാരുണ്യം ഇങ്ങനെ യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറി എന്നൊരു ധാരണ വരുന്നു. അതൊരു ധാരണ എന്ന് ഇപ്പോൾ പറയാൻ പറ്റൂ. അതൊരടയാളമാണ് ആകണമെങ്കിൽ സഭ സ്ഥിരീകരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ധാരണയുണ്ടായാൽ അത് പോയി കണ്ടാൽ അത് ആർക്കെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി നമുക്ക് കാണാം. ഇത് ആദ്യമല്ലല്ലോ കേരളത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നത്, പലയിടങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ ഉണ്ടായിടങ്ങളിലൊക്കെ എന്ത് ദൈവാനുഭവമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്? അവിടെയൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറി പണപ്പിരിവുണ്ടായി. അതല്ലാതെ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെട്ട അനുഭവം പറയാമോ? ഈ അനുഭവങ്ങൾ ഉണ്ടായ വ്യക്തികളിൽ തന്നെ എന്തെങ്കിലും സവിശേഷമായ മാറ്റങ്ങളുള്ളതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് തിരിച്ചറിയേണ്ട വിഷയമാണ്. അതുകൊണ്ട് നാം അറിയണം, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പായുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ലക്ഷണമല്ല. കൂദാശ തന്നെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളം. തിരുവോസ്തിയിൽ അത് സമ്പൂർണ്ണമാണ്. പരിശുദ്ധ കുർബാന തിരുവോസ്തി മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന കേവല അടയാളമായിട്ട് കാണാതെ ഒരു പ്രക്രിയാപരമായ കാര്യമായിട്ട് കാണാൻ നമുക്ക് കഴിയണം. നാം കുർബാനയിൽ പങ്കുചേരുന്നവരും കുർബാന സ്വീകരിക്കുന്നവരുമാണ്. ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ദൈവൈക്യത്തിൽ പ്രവേശിക്കുന്നവരാണ്. ആ ദൈവൈക്യത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ അകത്ത് ഈ ദിവ്യകാരുണ്യം ഒരു അനുഭവമായി മാറുകയും ഒരു വെളിച്ചമായി നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? അത്തരം അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിന് പകരം എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം നടക്കുമ്പോൾ ഓടിക്കൂടുന്നതിന്റെ പേര് വിശ്വാസം എന്നല്ല, അത് വിശ്വാസമില്ലായ്മയുടെ അടയാളമാണ്. യേശുവിന്റെ ജീവിതകാലത്തേക്ക് നോക്ക്. യേശു വളരെയധികം പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. താൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം യേശു പോയി രഹസ്യമായി പാർക്കുകയാണ്. യോഹന്നാൻ 12:37 നമുക്കത് കാണാം. യേശു എന്തുകൊണ്ടാണ് രഹസ്യമായി പോയി പാർത്തത്? വളരെയേറെ അടയാളങ്ങൾ അവൻ അവരിൽ പ്രവർത്തിച്ചു, പക്ഷേ അവർ അവനിൽ വിശ്വസിച്ചില്ല. അടയാളങ്ങൾ കണ്ടതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുമെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അടയാളങ്ങളും അത്ഭുതങ്ങളും ക്രിസ്തു വിശ്വാസത്തിന് അനുപേക്ഷണീയമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. വിശ്വാസം ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹൃദയത്തിനകത്ത് ഒരുവന്റെ മരണം അനുഭവമായി മാറുന്നത് അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന വ്യക്തിപരമായ ഒരു ഇടപെടൽ ശേഷി ആ അനുഭവത്തിനുണ്ടാകുമ്പോഴാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്ന് ഞാൻ ഊർജം ഉൾക്കൊള്ളുമ്പോഴാണ് അവരന് വേണ്ടി മരിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് ഞാൻ വളരുക.
സ്വാർത്ഥത്തിൽ നിന്ന് പരസ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശുവിനെ ജീവിതത്തിനകത്ത് പ്രക്രിയാപരമായി അനുഭവിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിൽ അത് സാധ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുകയും ക്രിസ്തുവാനുഭവത്തിന്റെ പരിപൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം നമ്മിൽ ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകുക. കേവല അറിവ്, കേവലത്വത്തിൽ നിന്ന് ജീവിത ഇടപെടലിന്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ മാത്രമേ വിശ്വാസം അനുഭവതലത്തിലായിത്തീരൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, യേശു അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ പിന്നാലെ ആളുകൾ കൂടുന്നുണ്ട്. ഇവനെ രാജാവാക്കിയ കൊള്ളാന്ന് വരെ യേശുവിന്റെ ജീവിതകാലത്ത് യേശുവിനെ കുറിച്ച് ആളുകൾക്ക് ധാരണ ഉണ്ടായിരുന്നു. കാരണം എന്താ? വിശക്കുമ്പോൾ അപ്പം വിഭജിച്ചു തരാൻ പറ്റും. ഇന്ന് യേശുവിന്റെ പിന്നാലെ പായുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഈ അടയാളങ്ങളുടെയൊക്കെ പുറകെ പായുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ നാളെ മുതൽ ക്രിസ്തുവിന്റെ പിന്നാലെ ജീവിതം അർപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുമെന്നുള്ള വിശ്വാസമാണോ? അതൊന്നും അല്ലെന്നേ. എൻ്റെ കാര്യം എന്തെങ്കിലും നടക്കുമോ, ശക്തിയുള്ള ഒരു ദൈവമാണോ എന്ന് അറിയാൻ വേണ്ടിയാ, ടെസ്റ്റിങ്ങിന് വേണ്ടിയാ. യോഹന്നാന്റെ സുവിശേഷം 6:26 യേശു പറയുന്നുണ്ട്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നമുക്ക് കൂടുതൽ അടയാളങ്ങളൊന്നും അന്വേഷിക്കണ്ട. 5 ലക്ഷത്തിൽ പരം പുരോഹിതർ, 8 ലക്ഷത്തിൽ അധികം സന്യസ്തർ, ഈ മനുഷ്യകുലത്തിന്റെ സ്വാഭാവിക ജീവിത പ്രക്രിയകളിലൊക്കെ ഇടപെടുന്ന സാധാരണത്വത്തിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു സമയത്ത് ഹൃദയത്തിനകത്ത് ഒരു ബോധ്യമുണ്ടായി ഒരുവന്റെ പിന്നാലെ യാത്രയാവുന്നു. അത്ഭുതമില്ലേ? ഫ്രാൻസിസ് പറയുന്നത്, സാൻ ദാമിയാനോയിൽ വെള്ളപ്പൂക്കൾ വിരിഞ്ഞതിനെ സംബന്ധിച്ച് സെന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ പറയുന്നുണ്ട്, എല്ലാം അത്ഭുതമാണ്. മഞ്ഞും മഴയും കാറ്റും വെളിച്ചമൊക്കെ അത്ഭുതം. ഇന്നലെ വരെ നടക്കാത്തത് എന്തെങ്കിലും നടന്നാൽ അത് അത്ഭുതം. ഇന്നലെ പെയ്ത മഴയല്ല ഇന്നത്തേത്, ഇന്നലത്തെ വെളിച്ചമല്ല ഇന്നത്തേത്, ഇന്നലത്തെ ചൂടല്ല ഇന്നത്തേത്. ഇന്നെല്ലാം പുതിയതാണ്. ഓരോ ദിനവും പുതിയതാണ്. എല്ലാ അനുഭവവും പുതിയതാണ്. പഴയ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയില്ല. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ സങ്കടമായിരുന്നു, കരഞ്ഞു. ഇന്ന് മഴ പെയ്യുമ്പോൾ സന്തോഷമാണ്, ചിരിക്കുന്നു. മഴ ഒന്ന് തന്നെ, പക്ഷെ ഓരോ ദിവസവും മഴ പുതിയതാണ്. ഓരോ ദിവസവും പുതിയതാണ്. ഓരോ മനോഭാവവും പുതിയതാണ്. ഓരോ ദിവസവും നമ്മൾ തന്നെ പുതിയതാണ്. പഴയതായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ഇന്നലെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് യേശുവിനെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായി ഒരു ഉപകരണമാക്കാമെന്ന് കരുതുന്ന കേവലത്വമാണ് ഇത്തരം അന്വേഷണങ്ങളുടെ പുറകിലുള്ളത്. അല്ലാതെ വിശ്വാസത്തിന് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. വിശ്വാസം ഒരിടത്ത് എത്തിച്ചേർന്ന കാര്യമാണ്. വെളിപ്പെട്ട ക്രിസ്തുവിൽ ഹൃദയമർപ്പിക്കുന്ന പ്രവൃത്തിയാണ്. 2000 വർഷത്തെ സഭയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, 2000 വർഷമായി ക്രിസ്തുവിനെ പ്രതി ജീവൻ അർപ്പിച്ച അനേകം വിശുദ്ധാത്മാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തുന്നത് ഈ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്ത് എല്ലാം മറന്ന് ക്രിസ്തുവിലേക്കായിത്തീരാൻ അവർ ജീവിതം അർപ്പിച്ചു എന്നാണ്. ആ ജീവാർപ്പണത്തിന്റെ വഴിയാണ് നമ്മൾ വിലമതിക്കേണ്ടത്. അല്ലാതെ അടയാളങ്ങൾ തേടിയുള്ള അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്കുള്ളതല്ല. സ്വന്തം ഉത്കണ്ഠകളെ, സ്വന്തം മനസ്സിന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ്. ഇത് കണ്ടാൽ എനിക്ക് സന്തോഷമായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാവിന്റെ കണ്ണീർ നിന്ന് രക്തക്കണ്ണീര് വന്നാൽ വലിയ സന്തോഷം. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞാൽ വലിയ സന്തോഷം. അത് കാണാൻ ആളുകൾ ഓടിക്കൂടുന്നു. ഇനി ആ രക്തം ഏതാണെന്ന് തിരിച്ചറിയണം, അത് പരിശോധിക്കണം, എന്നിട്ട് വിശ്വസിക്കണം. എന്നിട്ട് എന്ത് വിശ്വസിക്കാനാ? നീയും ഈ കുർബാനയുടെ ഭാഗമാണെന്നും നിന്നിൽ ഇതേ രക്തമുണ്ടെന്നും നിന്നിൽ യേശു ജീവിക്കുന്നുവെന്നും വിശ്വസിക്കാനാണോ? അതിന് ഇത്രയൊന്നും പാടുപെടേണ്ട കാര്യമില്ല. 5 ലക്ഷത്തിലധികം ദിവ്യബലികൾ ലോകത്താകെ അർപ്പിക്കപ്പെടുന്നുണ്ട്. ആ ദിവ്യബലികളിലൊക്കെ സത്താരൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്. യേശു യാഥാർത്ഥ്യമാകുന്നുണ്ട്, കുർബാനയിൽ വസിക്കുന്നുണ്ട്. ആ കുർബാനയിൽ ഒരു അപ്പത്തിൽ മാത്രമല്ല, ആ കുർബാനയിൽ പങ്കുചേരുന്നവരിലും വസിക്കുന്നു, ദൈവൈക്യത്തിലാകുന്നു. അങ്ങനെ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന പരമാർത്ഥമാണ് ഓരോ കുർബാനയിലും നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ അത് ഏതെങ്കിലും മാറി നിൽക്കുന്ന ഒന്നായിട്ടല്ല, ദൈവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നായിട്ടല്ല. ദിവ്യകാരുണ്യത്തിൽ നമ്മളും ഉൾച്ചേരുന്നുണ്ട്. നമ്മൾ കൂടി ചേർന്ന് ക്രിസ്തു ശരീരം സമ്പൂർണമായി ഈ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇനി ഇങ്ങനെ അടയാളങ്ങൾ തേടി വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരാക്രമങ്ങളോട് ക്രിസ്തു എന്ത് മനോഭാവമാണ് പ്രവർത്തിക്കുക? ക്രിസ്തു എന്ത് മനോഭാവമാണ് പ്രകടിപ്പിക്കുക? മർക്കോസ് 8:12 യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് ചോദിക്കുന്നു,
എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. എന്നിട്ട് പറയുന്നുണ്ട് യോനയുടെ അടയാളത്തെക്കുറിച്ചാണ്. യോനയുടെ അടയാളം എന്താ? 3 നാൾ മത്സ്യത്തിന്റെ അകത്ത് കഴിഞ്ഞത്. ആ പ്രതീകം യേശുവിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? 3 ദിവസം യേശു കല്ലറയ്ക്കകത്ത്. അതിലൂടെ ഒരു അടയാളം വരുന്നുണ്ട്, വേറൊരു അടയാളം നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറയുക. യേശു മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അടയാളം, വേറെ അടയാളമില്ല. യേശു ബന്ധിതനായി ഹെറോദസിന് മുമ്പിലെത്തുന്ന ഒരു സംഭവമുണ്ടല്ലോ. യേശു ബന്ധിതനായി ഹെറോദസിന് മുമ്പിലെത്തുന്നു. അങ്ങനെ യേശുവിനെ വിചാരണയ്ക്കായി ഹെറോദസിന് മുമ്പിലെത്തിക്കുമ്പോൾ ഹെറോദസ് ആഗ്രഹിക്കുന്നുണ്ട് അടയാളം കാണാൻ. വളരെ നാടുകളായി യേശു ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അറിയാനാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ധ്യാനങ്ങൾക്ക് പോകുന്നതും തീർത്ഥാടനങ്ങൾ നടത്തുന്നതും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്നാണ്. എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്ത് അത്ഭുതമാണ് ഇനി വേണ്ടത്? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച പിതാവായ ദൈവത്തിൽ നിന്ന് എന്ത് കരുണയാണ് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തന്നെ തന്നെ സമ്പൂർണമായി നൽകിയ ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് എന്ത് അടയാളം, എന്ത് അനുഭവം ചോദിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുക? ഇനി ഇതിലധികമായി എന്താണ് ദൈവം നമുക്ക് തരേണ്ടത് എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവാനുഭവം ഇല്ലാത്തത്? നമ്മളിങ്ങനെ ഹൃദയത്തിനകത്ത് അളന്നു മുറിച്ച് ഇന്നതുപോലെ സംഭവിച്ചാൽ വിശ്വസിക്കാമെന്ന് കരുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയെ കുർബാനയായിട്ട് കാണാനും കുർബാനയ്ക്കകത്ത് ക്രിസ്തു രഹസ്യങ്ങൾ നിറവേറുന്നത് നമ്മിലൂടെ കൂടെ ആണെന്നും തിരിച്ചറിഞ്ഞ് കുർബാനയെ സമീപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുർബാനയിൽ നിന്ന് ഒരു അനുഭവവും പ്രതീക്ഷിക്കേണ്ട. കേവലം ഒരു ആചാരം പോലെ, ചടങ്ങ് പോലെ അത് നടന്നു തീരും. വാസ്തവത്തിൽ കേവലാചാരം അല്ലല്ലോ. കുർബാന കൗതാശികതയാകുന്ന എങ്ങനെയാണ്? കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളമായി അവിടെ തന്നെ അവിടെ നിന്ന് നമുക്ക് പകുത്തു നൽകുന്നു. ആ പകുത്തു നൽകൽ അനുഭവം ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അനുഭവമില്ലാത്തത്. മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുർബാന അനുഭവം ആകാത്തത്? 2 കാര്യങ്ങളാണ് ക്രിസോസ്റ്റം പറയുക. ഞാൻ തെരുവിൽ നഗ്നനായി അലയുമ്പോൾ നിങ്ങൾ ബലിമേശയിൽ എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന കാസ എനിക്കൊരു ഭാരമാണ്. ഞാൻ വിശക്കുന്നവനായി തെരുവിൽ അലയുമ്പോൾ നിങ്ങൾ ബലിമേശയിൽ അർപ്പിക്കുന്ന കാഴ്ച എനിക്കൊരു ഭാരമാണ്. ആലോചിച്ച് നോക്ക്. അവരിനോട് കരുണയും സ്നേഹമുള്ളവരായിട്ട് മാറാൻ കഴിയുന്നുണ്ടോ? വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് ദാഹനീരുമായി മാറാൻ കഴിയാത്ത കാലത്തോളം നാം എന്തിൻ്റെ പേരിലാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെ മാറാത്ത നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ അടയാളങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെ തിരുവചനങ്ങളിൽ വിശുദ്ധ ശ്ലീഹ പറയുന്നുണ്ട്, യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളാകട്ടെ യഹൂദർ കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് അടയാളങ്ങളിലൂടെയല്ല വിശ്വാസം വളരുക, വിശ്വാസത്തിലൂടെയാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും അടയാളങ്ങളാണ്. നിന്റെ മുൻപിൽ വിശക്കുന്നവനും ദാഹിക്കുന്നവനുമുണ്ടോ? പീഡിതനും ദരിദ്രനുമുണ്ടോ? അടയാളമാണ്. ക്രിസ്തു അടയാളമാകുന്നതിൻ്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് പഠിച്ച കഥയാണ്. മാർട്ടിൻ എന്നൊരു ചെരുപ്പൂത്തിയുടെ കഥ. മാർട്ടിനോട് ദൈവം സ്വപ്നത്തിൽ പറഞ്ഞു, നാളെ ഞാൻ നിന്റെ മുമ്പിൽ വരും. നല്ലവനാണ് മാർട്ടിൻ, കാരുണ്യമുള്ള മനസ്സ്. ചെരുപ്പൂത്തിയായ മാർട്ടിൻ പിറ്റേ ദിവസം രാവിലെ മുതൽ കർത്താവിനെ കാത്തിരിക്കുകയാണ്. പലരും വന്നു, യാചകർ വന്നു, അന്ധർ വന്നു, പലരും വന്നുപോയി. യേശു മാത്രം വന്നില്ല. വളരെ ദുഃഖിതനായി രാത്രി കിടക്കുമ്പോൾ സ്വപ്നത്തിൽ വീണ്ടും യേശു പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയാണ്, ഇന്ന് ഞാൻ പലവട്ടം നിന്റെ അടുത്ത് വന്നിരുന്നു. ആരായിട്ടാണ്? അശരണരായി, വിശക്കുന്നവരായി. നമ്മുടെ മുമ്പിൽ എത്രയോ പേർ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചറിയുന്നില്ല. എന്നിട്ട് നാം അടയാളം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മാടവനയിലല്ല, എവിടെയായാലും ദിവ്യകാരുണ്യ അത്ഭുതം എന്ന നിലയ്ക്കല്ല, ഏത് നിലയ്ക്കായാലും അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിക്കുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. അരികിലുള്ള കർത്താവിനെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം അന്വേഷണങ്ങൾക്കായി നാം മുതിരുന്നത്. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഒരു യാചകൻ വന്നു. കർണാടകക്കാരനാണ്, ജോസഫ് എന്നാണ് പേര്. എനിക്ക് കന്നഡ ഭാഷ അറിയില്ല, അദ്ദേഹത്തിന് മലയാളം അറിയില്ല. അദ്ദേഹം വീടിൻ്റെ വാതിക്കൽ വന്ന് ഭക്ഷണം ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അകത്ത് കയറിയിരിക്കാം. അതൊരിക്കലും അദ്ദേഹത്തിന് അംഗീകരിക്കാനായൊരു കാര്യമല്ല. കാരണം ആരും അദ്ദേഹത്തെ വീടിനകത്ത് വിളിച്ചു കയറ്റിയിട്ടുണ്ടാവില്ല. എന്തോ അപകടം വരുന്നു എന്നാണ് അദ്ദേഹം കരുതിയത്.
അങ്ങനെ അദ്ദേഹത്തിന് അകത്തിരുത്തി ഭക്ഷണം കൊടുത്തു. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ അത് കഴിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഉന്നതനോ താഴ്ന്നവനോ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. അത് മെത്രാൻ വന്നാലും അങ്ങനെയായിരിക്കും, യാചകം വന്നാലും അങ്ങനെയായിരിക്കും, എല്ലാവരോടും ഒരുപോലെ പെരുമാറാനേ കഴിയൂ. അപ്പൊ അദ്ദേഹം അങ്ങനെ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സ്വാതന്ത്ര്യമായല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു മുണ്ട് തരുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ മുണ്ടാണ് ഉടുക്കുന്നത്. ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അല്പം കീറിയൊരു മുണ്ടാണ്, കാവ്യമുണ്ടാണ്. വേറൊരു മുണ്ട് അയയെ കിടപ്പുണ്ട്. എനിക്ക് ഒരു മുണ്ടേ ഉള്ളൂ ഉപയോഗിക്കാൻ. ആ മുണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ആ മുണ്ടിന്റെ കാവ്യ നിറം കഴുകി പിളകിപ്പോയി. അപ്പൊ അത് വെളുത്ത മുണ്ട് പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് അത് ഉടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ പഴയ കീറിയ മുണ്ട് തന്നെ ഞാൻ ഉടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ ജോസഫേട്ടൻ ചോദിച്ചു, മുണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ മുണ്ട് തരാം, അയയെ കിടപ്പുണ്ട്, ഉണങ്ങിക്കിടക്കാണ്, അത് തരാം, അതിന് കീറലൊന്നുമില്ല, നല്ല മുണ്ടാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഉടുത്ത മുണ്ട് മതി. ഞാൻ പറഞ്ഞു, ഇത് കീറിയതാണ്, ഇത് കൊള്ളില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ മുണ്ട് മതി. ഞാൻ ഒടുവിൽ അയക്കിടന്ന മുണ്ടെടുത്ത് കൊടുത്തിട്ട് ഞാൻ ഉടുത്തിരുന്ന ഈ മുണ്ട് ആ മുഷിവോടെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിൽ ഒരാൾ ജോസഫേട്ടന്. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ലെങ്കിൽ ആ നല്ല മുണ്ട് വാങ്ങിക്കാതെ ഞാനെടുത്ത കീറിയ മുണ്ട് അദ്ദേഹം വാങ്ങിക്കില്ല. അതെൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾക്കും ഒത്തിരിയേറെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ക്രിസ്തുവിനെ. അതുകൊണ്ട് എവിടെ ദിവ്യകാരുണ്യ അത്ഭുതമെന്നോ പ്രത്യക്ഷീകരണ അത്ഭുതമെന്നോ പറഞ്ഞാലും അതിന് പിന്നാലെ പായരുത്. ചുറ്റുമുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന കണ്ണുകൾക്ക് ഒരടയാളത്തിനും ക്രിസ്തുവിനെ ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളെ, വൈയക്തികമായ അനുഭവങ്ങളെ പർവ്വതീകരിക്കാതെ, അവയൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായി പ്രയോഗിക്കാമെന്ന തെറ്റായ ധാരണ വെച്ച് പുലർത്താതെ ക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധ കുർബാനയിൽ യേശു ജീവിക്കുന്നു. കുർബാനയ്ക്കകത്താണ് നമ്മളും ജീവിക്കുന്നത്. പരിശുദ്ധ കുർബാന ഒരിടത്തൊതുങ്ങുന്നതോ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നതല്ല. അതൊരു സമ്പൂർണമായ യാഗമാണ്. യേശുയാഗത്തിൻ്റെ വർത്തമാനകാല സന്നിഹിതമാക്കപ്പെടലാണ്. ആ സന്നിഹിതമാക്കപ്പെടലിനകത്ത് ജീവിക്കുന്നു എന്ന ബോധ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ബലിമേശകളെ സമീപിക്കാം. കൗതാശികമായി കുർബാനയിൽ പങ്കുചേരാം. കുർബാന ഒരു അനുഭവമാകുമ്പോൾ ജീവിതം ഒരു കുർബാനയായിട്ട് മാറും. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.